സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 84/21 ആണ്. 2021 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 GK ക്വസ്റ്റ്യൻസും 20 മാത്സ് ചോദ്യങ്ങളുമാണ് വരുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റിയാണ്. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. അടുത്ത ചോദ്യം: ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായിട്ട് കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരമാണ്. GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ആർക്കാണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. പദ്ധതിയുടെ പേര് പരിരക്ഷ. 2021-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? വിരാട് കോഹ്ലിക്കാണ്. വിരാട് കോഹ്ലി. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി വിരാട് കോഹ്ലിയാണ്. കർഷകരുടെ വളം സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? എന്തിനെക്കുറിച്ചാണ്? കർഷകരുടെ വളം സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി കനിമൊഴി കരുണാനിധി. അടുത്ത ചോദ്യം: ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ N പ്രഭാകരൻ ആണ്. N പ്രഭാകരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ടാണ് പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരിയാണ്. കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന മലനിര ഏതാണ്? വിന്ധ്യാപർവ്വതമാണ്. വിന്ധ്യാപർവ്വതമാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്ന മലനിര. വിന്ധ്യാപർവ്വതം. അടുത്ത ചോദ്യം: ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. ഗംഗ. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം
1958 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? എവിടത്തെയാണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഗോവയാണ്. ഗോവയുടെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം? ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഹെയ്ലി ദേശീയോദ്യാനം എന്ന് അറിയപ്പെട്ടിരുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അടുത്ത ചോദ്യം, ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ശ്രീശൈലം പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ഖാരിഫ് വിള അല്ലാത്തത് ബാർലിയാണ്. ബാർലി. അടുത്ത ചോദ്യം, മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 1857 വിപ്ലവമാണ്. 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നും കൂടിയാണ്. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ ആരാണ് പരാജയപ്പെട്ടത്? സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ്. ഏത് യുദ്ധത്തിലാണ്? പ്ലാസി യുദ്ധത്തിൽ. 23ാമത്തേത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാനുള്ള ലയന കരാറിൽ ഒപ്പിട്ടത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആര്? കൃതി ഏതാണ്? പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? രബീന്ദ്രനാഥ് ടാഗോർ ആണ്. രബീന്ദ്രനാഥ് ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. 1919 ഏപ്രിൽ 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അടുത്ത ചോദ്യം, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ്. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് വിജയകൃഷ്ണനാണ്. വിജയകൃഷ്ണൻ. 19ാമത് അതായത് 2023 പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണനാണ്. ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ. 19ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ. അല്ലെങ്കിൽ 2023 പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരെയെന്ന് ചോദിച്ചാൽ ആരാണ്? ദേശമംഗലം രാമകൃഷ്ണനാണ്. അടുത്ത ചോദ്യം, ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ്?
ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത് എത്ര മൗലികാവകാശങ്ങളാണ്? 6 മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 29, 30. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30. നിയമത്തിന്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിന്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 21-ാം അനുച്ഛേദം. 21-ാം അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. 32-ാം അനുച്ഛേദമാണ് മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് അറിയപ്പെടുന്നത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008-ലാണ്. 2008-ലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് 2008. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? താമരയുടെ ശാസ്ത്രീയ നാമം നെലംബോ ന്യൂസിഫറ. നെലംബോ ന്യൂസിഫറ എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? താമരയുടെ ശാസ്ത്രീയ നാമമാണ് നെലംബോ ന്യൂസിഫറ എന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ടതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അടുത്ത ചോദ്യം, ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ 5 ആണ്. 5. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് മാസങ്ങളിലാണ്? ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ്. എവിടേക്കാണ്? കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ. ഓപ്ഷൻ എ മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5 ആണ്. ഡിസംബർ 5 ആണ് ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര്? കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി. KSEB സ്ഥാപിതമായ വർഷം? KSEB സ്ഥാപിതമായത് 1957 മാർച്ച് 31-നാണ്. KSEB സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റാണ്. കാറ്റ്. കേരളം മത്സ്യഫെഡിന്റെ ആസ്ഥാനം? കേരളം മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരളം മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം മിതവാദിയാണ്. മിതവാദി. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം?
സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമിയാണ്. ഓപ്ഷൻ ഡി, ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. വാഴത്തട വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആര്? തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്ററാണ്. IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അബു എന്നിവർ ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെയാണ്? എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അബു എന്നിവർ ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. 90-ാം ആണ്ട് ലഹളയാണ്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാൽ. അടുത്ത ചോദ്യം, പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 12 മുതൽ 18 പ്രാവശ്യം. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ 43 ജോഡിയാണ്. 43 ജോഡി. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോമാണ്. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. പേശികാമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ്. പേശികാമ്ലത്തിന് കാരണമാകുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ. അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ. അയഡിൻ അടങ്ങിയ ഹോർമോൺ തൈറോക്സിൻ. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? വിറ്റാമിനുകളെ ലയത്വമനുസരിച്ച് അവയെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? വിറ്റാമിനുകളെ അവയുടെ ലയത്വമനുസരിച്ച് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. സ്നേഹപൂർവം. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം 3-ാം തലമാണ്.
പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? 3Dയിലാണ്. 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകുന്നു. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ആണ് ഉണ്ടാക്കുന്നത്. ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്നത് ഇലക്ട്രിക് ഫാൻ ആണ്. ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കത്തിന് എന്താണ് സംഭവിക്കുന്നത്? കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ് ആണ്. മെർക്കുറിക് ഓക്സൈഡ് ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായിട്ട് ഓക്സിജൻ നിർമ്മിച്ചത്. ഇനി വരുന്നത് മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 81ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 82 ഓപ്ഷൻ സി 1. ഓപ്ഷൻ സി 1. 83 ഓപ്ഷൻ സി ആണ് 7/34. 7/34. 84 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 72. 72. 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 1153. 86 ഉത്തരം ഓപ്ഷൻ എ 1.44. 87 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 89 കിലോഗ്രാം. 88 ഓപ്ഷൻ ബി ആണ് ഉത്തരം 20%. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 50 രൂപ. 90 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 8 കിലോമീറ്റർ. 91 ഓപ്ഷൻ ഡി 9. 92ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 93 ഓപ്ഷൻ ഡി എഡിറ്റർ. 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 360. 95 ഓപ്ഷൻ ബി 7162. 96ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടെനന്റ്. 97 ഓപ്ഷൻ സി 5. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 99 3. അവസാനത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 69. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.